പിന്നീടുണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമത് ഞാൻ ഈ സത്യം പറഞ്ഞ ഒരു വാർത്ത ചെയ്തപ്പോൾ കുട്ടിയുടെ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു എത്ര കാശ് വേണമെങ്കിലും കൊടുക്കാമോ, വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു പറ്റുകയില്ലെന്ന്. അതിൻ്റെ പേരിലാണ് ഞാനും അദ്ദേഹം തമ്മിൽ പിണക്കമായതും അദ്ദേഹത്തിൻ്റെ മോൾ എന്നെ വിളിച്ച് വീണ്ടും ഒരു ഭീഷണിയുടെ സ്വരത്തിൽ കേസ് കൊടുക്കുന്നു. ഞാൻ കേസൊക്കെ എത്ര കൊടുത്തത്, ഈ കൊടുത്തവന് കേസ് വല്ല പ്രശ്നമുണ്ടോ? അതൊന്നും എനിക്ക് പ്രശ്നമില്ല. എന്ത് കേസ് കൊടുക്കാനാണ്? സത്യം പറയുന്നതിന് കേസ് കൊടുക്കുന്നതിന് എന്ത്? അത് നമുക്ക് കോടതിയിൽ തെളിയിക്കാമല്ലോ. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും പേടിപ്പിക്കേണ്ട, ചാനലുകാർക്കെതിരെ കേസ് കൊടുക്കുന്നു എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുത്തോളാൻ പറഞ്ഞു. എനിക്ക് ദേഷ്യം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം മനോരമയും മാതൃഭൂമിയിൽ ഒരു വാർത്ത കണ്ടു, കുട്ടി ഒളിച്ചു പോയിട്ടില്ല അച്ഛൻ്റെ അടുത്താണെന്ന്. പക്ഷെ അത് തെറ്റാണ്. കുട്ടി ഒളിച്ചു പോയത് തന്നെയാണ്. അനുവുമായിട്ടുള്ള ഒരു ബന്ധവും ആ കുട്ടി വിട്ടിട്ടില്ല. ആ കുട്ടി ഇപ്പോൾ അനുവിൻ്റെ കൂടെയുമാണ്. ചാനലുകാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയം സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഒരു ശത്രുവായിട്ട് മാറി. വെൽക്കം ബാക്ക്. ഈ ഒരു വിഷയത്തിൽ ഒരൊറ്റ വീഡിയോ കൂടി എല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഒരൊറ്റ വീഡിയോയും കൂടി ഈ ഒരു വിഷയത്തിൽ ചെയ്യേണ്ടുന്നത് ഒരു ബാധ്യതയായിപ്പോയി. ഈ ഒരു സബ്ജക്റ്റ് ആദ്യമേ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു സംഭവം കൂടെ പറയാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കൺക്ലൂഷൻ കിട്ടത്തില്ല. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യുകയാണ്. ഇനി പരമാവധി 100%, 99% ഈ ഒരു സബ്ജക്റ്റ് വീഡിയോ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോ, ഇന്നലെ ഈ അഖിലനാടിയുടെ ഭാര്യ, ഒളിച്ചോടിപ്പോയ ഭാര്യ, ഡൈവോഴ്സിന് ഇപ്പോൾ അപേക്ഷിച്ചേക്കുന്ന മേഘയുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ മേഘ ഒരു പോസ്റ്റ് ഇടുന്നു. ഞാൻ എങ്ങും പോയിട്ടില്ല, അച്ഛൻ്റെ വീട്ടിലാണുള്ളതെന്ന തരത്തിലൊരു പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റ് മനോരമയും മാതൃഭൂമിയിലും നമ്മുടെ മലയാളത്തിലെ പ്രമുഖ മാധ്യമപ്രവർത്തകരായ മനോരമയും മാതൃഭൂമിയും അത് വാർത്തയാക്കുന്നു. അപ്പോഴേ എനിക്കൊരു സംശയം തോന്നി. അതായത് ഈ ഒരു വിഷയം ഇതുപോലുള്ള പ്രമുഖ വാർത്താ ചാനലുകൾ ഈ വാർത്തയായി വരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അതിശയം തോന്നിയേക്കാം. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോന്നറിയില്ല, എനിക്ക് അതിശയം തോന്നി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാനിങ്ങനെ കൺഫ്യൂഷനിലിരിക്കുന്ന സമയത്താണ്, ഞാൻ അങ്ങോട്ടൊന്നും പോയതല്ല, ഇതുപോലൊരു കക്ഷി കുറച്ച് ദിവസം മുമ്പേ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഞാനിപ്പോഴാണ് കണ്ടത്. അദ്ദേഹം ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ കണ്ടിട്ട് ഏതാണ്ട് 4.5 മില്യൺ പോയ വീഡിയോ, ആ വീഡിയോ കണ്ടിട്ട് അന്ന് തന്നെ അയാൾ മെസ്സേജ് അയച്ചിരുന്നു, ജീമോൻ. അപ്പം ജീമോൻ്റെ മെസ്സേജ് കണ്ടിട്ട് ഞാൻ പുള്ളിക്ക് റിപ്ലൈ ചെയ്തപ്പം പുള്ളി എന്നോട് ഈ സംഭവങ്ങളെല്ലാം വിവരിച്ച് പറഞ്ഞു. പുള്ളി ആ വീട്ടുകാരെ, അതായത് ഈ മേഘയുടെ വീട്ടുകാരെ സേവ് ചെയ്തുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ രണ്ട് വശങ്ങളും മനസ്സിലാക്കിയെടുക്കേണ്ടത് എൻ്റെ ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്നാണ് പുള്ളി കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. പുള്ളിയുടെ മിസ്റ്റേക്കല്ല. അപ്പോൾ എന്താണ് ഇത് സംഭവിച്ചെന്ന് ആ ഒരു വോയിസ് കേൾക്കുമ്പം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനുശേഷം ഇന്നലെ നടന്ന സംഭവങ്ങൾ, അതൊരു രാജ്യം നടുങ്ങുന്ന സംഭവങ്ങൾ തന്നെയാണ്. എന്താണെന്ന് വളരെ വിശദമായി നിങ്ങളോട് പറയാം. ഏറെ ദുഃഖകരമായ ഒരവസ്ഥ തന്നെയാണ്. അതായത് സത്യം പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുക എന്നുള്ളതാണ്. ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു വിഷയത്തിൽ ഈ വീഡിയോ മേഘ എന്ന് പറയുന്ന ആ കുട്ടി കാണുന്നുണ്ടെങ്കിൽ മോളെ നിന്നോട് പറയാനുള്ളത്, ഇനിയെങ്കിലും ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ, വിഡ്ഢിത്തരങ്ങൾ കാണിക്കാതെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം മുന്നിൽ കണ്ട് മുന്നോട്ട് പോവുക. വിഡ്ഢിത്തരങ്ങൾ കാണിച്ചുകൊണ്ട് എങ്ങും എത്തത്തില്ല. അത്രയും വലിയ പമ്പര വിഡ്ഢിത്തമാണ് അനുദിനം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മേഘ മാത്രമല്ല, ഒരുപക്ഷെ മേഘയുടെ കുടുംബത്തിൽ എല്ലാവരും ഇതുപോലെ വിഡ്ഢിത്തരങ്ങൾ കാണിക്കുന്ന ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ വരാം എക്സ്പ്ലെയിൻ ചെയ്യാൻ അതിനെക്കുറിച്ച്. അപ്പോൾ ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നതിന് മുമ്പിട്ട് എന്തുകൊണ്ട് ഈ മേഘ തിരിച്ച് 4 ദിവസം കൊണ്ട് അച്ഛൻ്റെ വീട്ടിലോട്ട് വരാനുണ്ടായ സാഹചര്യം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറയാം. ഇനി അതൊന്നും ഒളിച്ചു വെക്കുന്നില്ല. അഖിലനാറിയുടെ വീട്ടിൽ വലിയ അൺകംഫർട്ടബിൾ ആയതുകൊണ്ട് അഖിലുമായിട്ട് വലിയ വിഷയമൊന്നുമില്ല. പക്ഷേ അച്ഛനുമായിട്ടും അമ്മയായിട്ടൊക്കെയാണ് വിഷയം. അച്ഛനുമായിട്ടാണ് പ്രധാനമായിട്ടും വിഷയം. ആ വിഷയങ്ങൾ കൊണ്ട് ഒരു രാജ്യം നടുങ്ങുന്ന ഒളിച്ചോട്ടം നടത്തുന്നു. അങ്ങനെ ഒളിച്ചോട്ടം സംഭവിക്കുന്നതിന് ശേഷം അനുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ഈ കുട്ടിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുവിൻ്റെ വീട്ടിൽ കുറ്റമായിട്ട് നമ്മൾ പറയുന്നതല്ല, നമ്മളൊക്കെ ചിലപ്പോൾ അതിലും മോശമായ സാഹചര്യത്തിൽ വന്നവരായിരിക്കാം. അനുവിൻ്റെ വീട്ടിൽ ഗ്യാസ് പോലും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. അതായത് വിറകടുപ്പിലാണ് പാചകം ചെയ്യുന്നത്. പിന്നെ ബാത്റൂം അറ്റാച്ച്ഡ് അല്ല, ബാത്റൂം കുറച്ച് ദൂരെയാണ്, ഇന്ത്യൻ ക്ലോസറ്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഈ കുട്ടിയുടെ ഒരു അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥ തുറന്ന് പറഞ്ഞ സ്വന്തം അച്ഛനോട് തുറന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ തിരികെ വരാൻ പറയുന്നത് 4 ദിവസം കഴിഞ്ഞിട്ട്. അതായത് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഇതേ അച്ഛൻ കാല് പിടിച്ച് കരഞ്ഞിട്ട് കൂട്ടാക്കാത്ത എനിക്ക് അനൂപേട്ടൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞ ആളാണിത്. 4 ദിവസത്തിന് ശേഷം വെറും 4 ദിവസം കൊണ്ട് തിരിച്ചു വരുന്നു. അങ്ങനെ അനൂപ് തിരിച്ച് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടാക്കുന്നു. അതിന് ശേഷമുള്ള സംഭവങ്ങളാണ് നമ്മൾ കണ്ടത്. അതായത് പോസ്റ്റ് ഇട്ടിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഞാൻ അങ്ങ് ഒളിച്ചോടിയിട്ടില്ല എന്ന്. ഒരുപക്ഷെ അച്ഛൻ്റെ ബുദ്ധിയായിരിക്കാം, ബുദ്ധി എന്ന് പറയുന്നില്ല, ആന മണ്ടത്തരം, അച്ഛൻ്റെയും മേഘയുടെയും ബുദ്ധിയായിരിക്കാം. അങ്ങനെ പോസ്റ്റ് ഇട്ടിട്ട് ആ 2 പോസ്റ്റുകൾ നമ്മൾ കണ്ടത് മാതൃഭൂമിയിലും മനോരമയിലും നാണമില്ലേ പറ്റുകൾക്ക്, അത് പെയ്ഡാണ് ആക്ച്വലി. അതായത് പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചാണ്. ഇതിങ്ങനെ സംഭവിച്ചില്ല എന്ന് ജനങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു പണിയാണ്. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്ത് ഈ പറഞ്ഞ ജീമോൻ ഈ സത്യം തുറന്നു പറയുന്നു. ഞാൻ പർപ്പസ്ഫുള്ളി ഒന്നും ചെയ്തതല്ല,
പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. മേഘ കേൾക്കുന്നെങ്കിൽ മേഘ മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്തൊരു കൊള്ളരുതായ്മ, അതായത് ഈ ഒളിച്ചോട്ടം നടന്ന സമയത്ത് CCTV ഫുട്ടേജ് അഖിലിൻ്റെ വീട്ടുകാർ അറിയാൻ വേണ്ടി, ഇവൾ എവിടെ പോയെന്ന് അറിയാൻ വേണ്ടി അവർ കളക്ട് ചെയ്തിരിക്കാം. ആ ഒരു സംഭവം പുറത്ത് വന്നതിനോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം. ഒരുപക്ഷെ അതിന് മുമ്പേ കൂട്ടി കുറച്ച് ആളുകളേക്കുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അതാണ്. ഈ അഖിൽ എന്നാടിയെ പറ്റി വളരെ മോശമായിട്ട്, അതായത് അവൻ ഈ പറഞ്ഞ ഹോമോസെക്ഷലാണ്, കുണ്ടനാണെന്ന രീതിയിൽ. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഒരു കള്ളനെന്നോ ചതിയെന്നോ വഞ്ചകനെന്നോ കേൾക്കുന്നതിനേക്കാൾ എത്രയോ മാനക്കേടാണ് അതായത് നമ്മുടെ കൂടെ കഴിഞ്ഞ ഒരു സ്ത്രീ നമ്മളെ ഒഴിവാക്കി പോയതിന് ശേഷം അദ്ദേഹം ഒരു കുണ്ടനായിരുന്നു. ഇപ്പോൾ എൻ്റെ ഭാര്യ എന്നെ ഒഴിവാക്കി പോയതിന് ശേഷം ഞാനൊരു കുണ്ടനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാനാന്നേ അന്നേ ആത്മഹത്യ ചെയ്യും. സത്യം, അത്രത്തോളം ഒരു മോശമായൊരു സംഭവമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ LGTBയുടെ ആൾക്കാർ അതിൽ വലിയ സന്തോഷം കണ്ടെത്തുന്നവരുണ്ട്. ഞാൻ LGTBക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഇവൻ ഇങ്ങനെ ആണെന്ന് പറഞ്ഞതിന് ശേഷം കുറേ പോസ്റ്റുകൾ ഞാൻ കണ്ട്. അതൊക്കെ ആര് ചെയ്യിപ്പിച്ചാണ്? അതും പെയ്ഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാൻ ആക്ച്വലി ഈ അഖിലിൻ്റെ കുടുംബക്കാരെ, അഖിലുമായിട്ട് ബന്ധപ്പെട്ട സുഹൃത്തുക്കളെ വിളിച്ചതും സത്യം മനസ്സിലാക്കിയതും വീഡിയോ ചെയ്തതും. ഫോർച്യുനേറ്റ്ലി അഖിലിനായിരുന്നു ആൾക്കാരുടെ എല്ലാം സപ്പോർട്ട്, അഖിലിൻ്റെ ഫാമിലിക്കാണ് സപ്പോർട്ട്. ഫാമിലിയുടെ വിഷയം അവിടെ നിൽക്കട്ടെ. അപ്പം ആ ഒരു സംഭവത്തിൽ ഇപ്പോഴും തെറ്റ് ചെയ്തിരിക്കുന്നത് മേഘയാണ്. മേഘ ചെയ്ത ആ ഒരു രീതി പക്വതക്കുറവായിരിക്കാം. ഒരു പക്ഷേ പക്വതക്കുറവുള്ള കുട്ടിയാണ്, കൊച്ചുകുട്ടിയാണ്. വീട്ടുകാരോട് ചോദിക്കാം, അച്ഛനോട് ആ വിഷയങ്ങൾ തുറന്നു പറയാതെ ചോദിക്കായിരുന്നു. അതൊന്നും ചെയ്യാതെ രാഖി രാമാനം വീഡിയോ നിന്ന് ഒളിച്ചോടി പോകുന്നു. ഈ CCTV പുറത്ത് വിട്ടതിനെതിരെ ആ വീട്ടുകാർക്കെതിരെ കേസിന് പോവാണ്. CCTV കൊടുത്ത ആൾക്കാർക്കെതിരെയാണ് ഇപ്പോൾ കേസിന് പോകാൻ പോകുന്നത്. അഖിൽ NRD കൊണ്ടുവന്നെങ്കിൽ അവനെതിരെ കേസുണ്ട്. അപ്പം ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ മണ്ടത്തരങ്ങൾ, ഇപ്പോൾ ഈ സംഭവം സത്യം തുറന്ന് പറഞ്ഞ ജീമോൻ ചേട്ടൻ, എനിക്ക് നേരത്തെ പരിചയമുള്ള ആളൊന്നുമല്ല, പുള്ളിക്കെതിരെ നീങ്ങിയിരിക്കുകയാണ്. പുള്ളി വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ, എല്ലാ സത്യാവസ്ഥയും പുള്ളി വെളിപ്പെടുത്തി. മറുനാടനിലടക്കം അത് ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെളിപ്പെടുത്തൽ കൂടി നിങ്ങളെല്ലാവരും ദയവായി കാണുക. എനിക്കിപ്പോഴും പറയാനുള്ളത്, ഇവരിപ്പോഴും ഈ ഫാമിലി കാണിച്ചുകൊണ്ടിരിക്കുന്ന മണ്ടത്തരം, ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ചെറുക്കനോടൊപ്പം പോകാൻ അനുവദിക്കുക. അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അച്ഛൻ തയ്യാറാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റിയതിന് ശേഷം അവരെ നന്നായി ജീവിക്കാൻ അനുവദിക്കുക. പിന്നെ ഈ പെങ്കൊച്ച് ചെയ്തത് അങ്ങേയറ്റം കൊള്ളരുതായ്മ ആയതുകൊണ്ട് അച്ഛനെ നമുക്കതിന് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി വളരെ പാവമാണെന്ന് എനിക്ക് തോന്നുന്നത്. പുള്ളി അത്രയധികം ഈ പെങ്കൊച്ചിനെ സ്നേഹിക്കുന്നു. വീണ്ടും ഈ പെങ്കൊച്ച് പുള്ളിയെ കുഴി കൊണ്ട് ചാടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ പുള്ളിയുടെ ആഗ്രഹം കൊച്ചിനെ തിരിച്ച് വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ നിർത്തിയതിന് ശേഷം മറ്റൊരു കല്യാണം കഴിപ്പിക്കാനാണ്. അങ്ങനെ വരുമ്പോൾ വേറെത്തിനും വന്ന് പെടുവാണ്. ഇതൊന്നും അറിയാതെ വേറെത്തൻ വന്ന് തല വെക്കുന്നൊരവസ്ഥയുണ്ടാവും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലതെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഈ പറഞ്ഞ, എന്നോടൊക്കെ ചിലർ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഒരു വഴക്കുമില്ലാതെ, ഞാൻ വഴക്കൊന്നും കൂടിയിട്ടില്ല, വഴക്കൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ചില ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മളില്ലേ ഈ മറ്റേ തേച്ചതിന് ശേഷം തേപ്പ് കരണ്ടിയും കൊണ്ട് ഈ പഹയന്മാരിങ്ങനെ നിൽക്കാറുണ്ട്. എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ തേക്കാൻ വേണ്ടി. അത്തരത്തിലാണ് ഞാൻ ആക്ച്വലി നിൽക്കുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഭാര്യയ്ക്ക് എന്ന് നോക്കിയിട്ട് എവിടെ പ്രശ്നമുണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി. അതായത് ഈ പെണ്ണുങ്ങൾക്ക് എവിടെയാണ് പ്രശ്നമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. കെയറിങ്, ഫുഡ്, ഇതുപോലെ സെക്സ്, ഇതുപോലെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ, എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല, എൻ്റെ ഭാര്യ അങ്ങനെയാണെന്ന് പറയുന്നില്ല, പക്ഷേ അങ്ങനെ ആണെങ്കിൽ അത് വേണമല്ലോ എന്ന് കരുതിയാണ് നമ്മൾ മുൻകരുതലെടുക്കുന്നത്. അപ്പം ഈ പഹയന്മാരൊക്കെ എനിക്ക് തോന്നുന്നത് ഈ രീതിയിൽ എല്ലാ ഭർത്താക്കന്മാരും പഹയന്മാരും കഴിവിൻ്റെ പരമാവധി അലേർട്ടായിട്ടിരുന്നിട്ട് എവിടാണ് പെശക്, എവിടാണ് പിഴവ്, ദൗർബല്യം സംഭവിക്കുന്നത് അത് നികത്താൻ വേണ്ടി ഏത് സമയം അലേർട്ടായിട്ട് തേപ്പ് കരണ്ടി കൊണ്ട് നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജീമോ ചേട്ടൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. അതുകൂടി കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം. ഞാൻ ജീമോൻ കല്ലുപുരയ്ക്കൽ. സുഹൃത്തുക്കളെ, ഞാൻ പറയാൻ പോകുന്ന വിഷയം കഴിഞ്ഞ 2 ആഴ്ചയായിട്ടുള്ള ലോകം നെടുങ്ങുന്ന അല്ലെങ്കിൽ രാജ്യം നെടുങ്ങുന്ന ഒളിച്ചോട്ട കഥയെക്കുറിച്ചാണ്. അതിപ്പം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ വാർത്ത വരുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. ആ വാർത്ത സംബന്ധമായ കേസിൽ ഈ കുട്ടി ഒളിച്ചു പോയപ്പം തൊട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ആ സമയം തൊട്ട് ഈ സമയം കഴിഞ്ഞ 2 ദിവസം മുമ്പ് വരെയും സജീവമായി നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എനിക്ക് ദേഷ്യം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം മനോരമയും മാതൃഭൂമിയിൽ ഒരു വാർത്ത കണ്ടു, കുട്ടി ഒളിച്ചു പോയിട്ടില്ല, അച്ഛൻ്റെ അടുത്താണെന്ന്. പക്ഷെ അത് തെറ്റാണ്. കുട്ടി ഒളിച്ചു പോയത് തന്നെയാണ്. അച്ഛൻ്റെ അടുത്ത് വന്നെന്നുള്ളത് ശരിയാണ്. പക്ഷേ അനുവുമായിട്ടുള്ള ഒരു ബന്ധവും ആ കുട്ടി വിട്ടിട്ടില്ല. ആ കുട്ടി ഇപ്പോൾ അനുവിൻ്റെ കൂടെയുമാണ്. ചാനലുകാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയം സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഒരു ശത്രുവായിട്ട് പോലും മാറി അവരുടെ മുമ്പിൽ. സത്യം പറയാതിരിക്കാൻ എനിക്ക് വയ്യ. കാരണം ആ കേസിന് വേണ്ടി ഒരുപാട് പാടുപെട്ടും കഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പം എന്നെ അടക്കം ഉള്ള മലയാളികളെ പൊട്ടന്മാരാക്കുന്നത് ഞാൻ സഹിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സത്യം തുറന്നു പറഞ്ഞത്. മേഘ ഒളിച്ചു പോയത് തന്നെയാണ്. അത് കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്ത് വന്നു. അത് കഴിഞ്ഞ് വീണ്ടും അനുവിൻ്റെ കൂടെ തന്നെ പോയി. ഇതിലൊക്കെ രസമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ
അവിടുത്തെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഈ കുട്ടിയുടെ മേഘയുടെ അച്ഛൻ. ഓൾ കേരള മെൻസ് അസോസിയേഷൻ വട്ടിയൂർക്കാവ് അജിത്ത് കഴിഞ്ഞ ദിവസം കേരളത്തിലെ സ്ത്രീകളെ മുഴുവൻ അവഹേളിച്ച് ഒരു വാർത്ത ചെയ്തിരുന്നു. വേശ്യെന്നും വളരെ മ്ലേച്ഛമായ രീതിയിൽ, അതൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം അറസ്റ്റിലായി, അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടെന്ന് കേൾക്കുന്നു. പക്ഷേ സർവത്ര സ്ത്രീകളെയും തെറ്റ് പറയുന്ന ഇയാൾ ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റിൻ്റെ മകൾ ഒളിച്ചു പോയപ്പം അത് പൂഴ്ത്തിവെച്ചു, കാശ് വാങ്ങി. 100% എനിക്ക് ഉറപ്പാണ്. ഇങ്ങനെയുള്ള പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, സ്ത്രീകൾ തെറ്റ് ചെയ്താൽ ഒളിച്ചു വെക്കുന്ന ആളുകളുള്ളപ്പോൾ സത്യം പറയാൻ എനിക്കൊരു മടിയുമില്ല. അതുകൊണ്ട് ഞാൻ തുറന്നു പറയുകയാണ്, ഈ വാർത്ത ആദ്യം ചെയ്തത് നമ്മളെ ബിനുവാണ്. ബിനു ആദ്യം ചെയ്തുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. തംബ്ലൈനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം നെടുങ്ങുന്ന ഒളിച്ചോട്ടം എന്നൊക്കെ കേട്ടപ്പം എൻ്റെ സുഹൃത്തും കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ഈ കുട്ടി കാണിച്ചത് തെറ്റാണ്. അത് ഞാൻ എവിടെയും വരും. സത്യത്തിൻ്റെ നീതിക്കും കൂടെ നിന്നതിൻ്റെ പേരിൽ ഒരുപാട് ക്രൂശിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ. കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പിന്നീടുണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ, ബിനു രണ്ടാമത് ഞാൻ ഈ സത്യം പറഞ്ഞൊരു വാർത്ത ചെയ്തപ്പോൾ കുട്ടിയുടെ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, എത്ര കാശ് വേണമെങ്കിലും കൊടുക്കാവോ, വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു പറ്റുകയില്ലെന്ന്. അതിൻ്റെ പേരിലാണ് ഞാനും അദ്ദേഹം തമ്മിൽ പിണക്കമായതും അദ്ദേഹത്തിൻ്റെ മോൾ എന്നെ വിളിച്ച് വീണ്ടും ഒരു ഭീഷണിയുടെ സ്വരത്തിൽ കേസ് കൊടുക്കുന്നു. ഞാൻ കേസൊക്കെ എത്ര കൊടുത്താൽ തീ കൊടുത്തവന് കേസ് വല്ല പ്രശ്നമുണ്ടോ? അതൊന്നും എനിക്ക് പ്രശ്നമില്ല. എന്ത് കേസ് കൊടുക്കാനാണ്? സത്യം പറയുന്നതിന് കേസ് കൊടുക്കുന്നതിനെന്ത്? അത് നമുക്ക് കോടതി തെളിയിക്കാമല്ലോ. ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും പേടിപ്പിക്കേണ്ട, ചാനലുകാർക്കെതിരെ കേസ് കൊടുക്കുന്നു എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുത്തോളാൻ പറഞ്ഞു. അതില്ല, സത്യം മൂടി വെക്കാൻ പാടില്ല. കാരണം നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റാണെന്ന് സമ്മതിക്കാനുള്ള ഒരു കഴിവുണ്ടാകുമ്പോഴുള്ളൂ മനുഷ്യനാവുള്ളൂ. അതുള്ള എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഇതുവരെ രംഗത്തൊന്നും വന്നില്ല. എൻ്റെ ഒരു വോയിസ് മാത്രമേ ഉള്ളൂ ഞാൻ കൊടുത്തുള്ളൂ. ഈ സംഭവം നടക്കുന്ന ആ സമയം തൊട്ട് ഈ 2-3 ദിവസം മുമ്പ് വരെയും സജീവമായി അവരുടെ കൂടെ നിന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഈ പ്രമുഖ ചാനലുകൾ ചെയ്ത വാർത്ത മുഴുവൻ കള്ളത്തരമാണ്. അതുപോലെ ഈ പ്രമുഖ ചാനലിൻ്റെ ഒരു കുഴപ്പമുണ്ട്, സത്യം അറിയാതെ അവർ വാർത്ത ചെയ്യും, എന്നിട്ട് സത്യം അറിയുമ്പോൾ അത് തിരിച്ച് വാർത്ത ചെയ്യത്തുമില്ല. മനോരമ ഇതിനു മുമ്പ് എനിക്കെതിരെ ഒരു ഫേക്ക് ന്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരോട് എൻ്റെ ജഡ്ജ്മെൻറ്റ് കാണിച്ചിട്ട് പോലും അവർ തിരിച്ച് ഒരു വാർത്ത ചെയ്യാൻ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ മാതൃഭൂമി, ഈ ചാനലുകളെല്ലാം തന്നെ പച്ചക്കള്ളമാണ് ഈ അഖിലിൻ്റെ വിഷയത്തിൽ പറഞ്ഞത്. അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഞാനിപ്പം ലൈവ് വന്നത്. ഞാനിപ്പോൾ കൊച്ചി പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒറ്റയ്ക്കേ ഉള്ളൂ. യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഇതിൻ്റെ സത്യം എല്ലാവരും മനസ്സിലാക്കുക. മേഘ ഒളിച്ചു പോയതാണ്, 100%, 150% ഒളിച്ചു പോയതാണ്. ഇനിയിപ്പം എനിക്കെതിരെ എന്ത് കാര്യങ്ങൾ അവർ പറഞ്ഞാലും ആ പിണക്കമൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. സത്യമേ വജേത, സത്യം ചെയ്യും, സത്യത്തിൻ്റെ കൂടെ ഉള്ളൂ ഞാൻ നിൽക്കുകയുള്ളൂ. അത് എത്ര സുഹൃത്താണെങ്കിലും എൻ്റെ അപ്പനാണെങ്കിൽ പോലും ഞാൻ തെറ്റ് ചെയ്ത തെറ്റാണെന്ന് തന്നെ പറയും. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ശത്രുക്കളൊക്കെ ഉണ്ടായത്. നന്ദി, നമസ്കാരം.